الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. صدق الله مولانا العلي العظيم. സമാദരണീയരായ നമ്മുടെ വേദിയിലുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അനുഗ്രഹീതരായ പണ്ഡിത മഹത്തുക്കൾ, ഈ മഹത്തായ സദസ്സിൽ ഏറെ വൈകിയും ഈ പരിപാടി ശ്രമിക്കുന്നതിന് വേണ്ടി ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകർ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ ദക്ഷിണ കന്നഡയിലെ ബഹുജനം ആരെന്തൊക്കെ പറഞ്ഞാലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് പിന്നിൽ പാറ പോലെ അടിയുറച്ചു നിൽക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു മഹാസമ്മേളനം ഇവിടെ നടത്താൻ നിങ്ങൾക്ക് സാധിച്ചതിൽ ആദ്യമായി ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയും തൗഫീഖ് നിന്ന് അനുഗ്രഹിച്ച പടച്ച റബ്ബിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്. റെഞ്ചയിൽ ഒരു പരിപാടി കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. ഒരു വലിയ ജനാവലി ആ സമ്മേളനത്തെ ധന്യമാക്കാൻ അവിടെയുണ്ട്. ഏതാണ്ട് ഒരു 10-35 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ രണ്ട് സമ്മേളനങ്ങൾ നടക്കുന്നത്. സമസ്തയുടെ അണികൾ ഒരേ ദിവസം ഒരേ സമയത്ത് രണ്ട് സമ്മേളനം നടത്തിയപ്പോഴും ഇത് മനോഹരമാക്കാൻ നമുക്ക് കഴിഞ്ഞു. മാത്രമല്ല, ആ സമ്മേളനം ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടെ സൂചി കുത്താൻ പോലും ഇടമുണ്ടാകുമായിരുന്നില്ല എന്ന കാര്യം ഒരു തർക്കവുമില്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളൊരു സമ്മേളനത്തിലേക്ക് മറ്റുള്ളവർ കൊണ്ടുപോകുന്ന പോലെ ഒരേ പ്രദേശത്തെ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോറിക്ഷ പോലെ കൈമാറുന്നവരല്ല. മറിച്ച് നമ്മൾ ഓരോ പ്രദേശത്തും വേരുറച്ച അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരുടെ ഒരു നിരയാണ് എന്ന് ഈ രണ്ട് സമ്മേളനം ഒരേ സമയത്ത് ഒരേ ദിവസം നടത്തിയപ്പോൾ നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയും. അതുതന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏറ്റവും വലിയൊരു കറാമത്തായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യാതൊരു ക്ഷീണവും രണ്ട് സമ്മേളനത്തിനും സംഭവിക്കാത്തതാണ് ഞാൻ കാണുന്നത്. ഏറെ വൈകിയും വലിയൊരു ജനാവലി ഇതാ അവിടെ തടിച്ചുകൂടിക്കുന്ന എന്തിന്? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശ പ്രസ്ഥാനത്തോടുള്ള നമ്മുടെ കൂറ് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി. നേരെ മറിച്ച് നമ്മുടെ മറുപക്ഷത്തിന്റെ അവസ്ഥ നോക്കുക നിങ്ങൾ. അവർ നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങളെ ധിക്കരിച്ചുകൊണ്ട് പുതിയൊരു പ്രസ്ഥാനമുണ്ടാക്കിപ്പോയി. ഞാൻ എൻ്റെ സദസ്സിലിരിക്കുന്ന ആളുകളോട് വളരെ വിനയപുരസരം പറയട്ടെ, കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭ രൂപീകൃതമായി പ്രവർത്തിക്കുമ്പോൾ ആ പണ്ഡിത സഭ ഈ കേരളക്കരയിലെ ജനങ്ങൾക്ക് ദിശാബോധം നൽകി, കേരളത്തിൻ്റെ സമീപത്തുള്ള മുസ്ലിം സഹോദരങ്ങൾക്ക് ദിശാബോധം നൽകി, വളരെ മനോഹരമായ ദീനീ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ ലഭ്യമായി? ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഏകദേശം 2-3 മാസങ്ങൾക്ക് മുമ്പ് ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ഒരു ആവശ്യത്തിന് വേണ്ടി ചെല്ലുമ്പോൾ അവിടുത്തെ സെനറ്റ് മീറ്റിംഗിൽ പങ്കെടുക്കാനാണ് പോയത്. ആ സന്ദർഭത്തിൽ അതിൻ്റെ ഓഫീസിൽ ആസാം സ്റ്റേറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുസ്ലിം നേതാവ് വന്നിരിക്കും. ആസാം സംസ്ഥാനത്തെ പ്രമുഖനായ ഒരു മുസ്ലിം നേതാവ് ഓഫീസിൽ വന്നുകൊണ്ട് പറയുന്നത്, നിങ്ങൾ ഞങ്ങൾക്ക് അവിടെ ഒരു സ്ഥാപനം ഉണ്ടാക്കി തരണം, അതിന് എന്താണ് സൗകര്യമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം. ഞങ്ങൾക്കത് സംസ്ഥാപിതമാക്കുവാനോ അതിന് ശിലാന്യാസം നടത്തുവാനോ കൊണ്ടുപോകുവാനോ കഴിയില്ല. അദ്ദേഹത്തെ അത് പറയുവാൻ പ്രേരിപ്പിച്ചത് എന്താണ്? അതിൻ്റെ ഏകദേശം മാസങ്ങൾക്ക് മുമ്പ് നല്ല മനോഹരമായ സ്ഥാപനം പശ്ചിമ ബംഗാളിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതിൻ്റെ വാർത്ത അദ്ദേഹം അറിഞ്ഞു. എന്നെ കേട്ടു നിൽക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരും വലിപ്പക്കാരും മനസ്സിലാക്കണം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ 2ാം സ്ഥാനമുള്ള പശ്ചിമ ബംഗാൾ. ആ പശ്ചിമ ബംഗാളിൽ 20 ഏക്കർ സ്ഥലം ഒരു സ്ഥാപനം ദീനിയായി ഉണ്ടാക്കുന്നതിന് വേണ്ടി തായ്ലൻഡിലെ തായ്പയിൽ ഒരു കമ്പ്യൂട്ടർ ശൃംഖലയുടെ ഉടമയായ മുങ്കിർ ഹുസൈൻ എന്നൊരാൾ വഖഫ് ചെയ്തു.
4 കൊല്ലക്കാലം ആ വഖഫ് സ്വത്ത് അവിടെ കിടന്നു എന്നല്ലാതെ ആർക്കും അതിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അത്തരം ഒരു സ്ഥിതിവിശേഷത്തിൽ അവിടെ എന്തെങ്കിലും ഒരു ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് കഴിയാതെ വന്നപ്പോൾ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദാറുൽ കുട്ടികൾ അവിടെ വരുന്നത്. അവരവിടെ വന്ന് ദീനി ദഅ്വാ പ്രവർത്തനത്തിന്റെ പ്രസംഗം മനോഹരമായി ഉറുദുവിലും ഇംഗ്ലീഷിലും നിർവഹിച്ച് ഒരു നയാ പൈസ പിരിവെടുക്കാതെ മനോഹരമായി സേവനം ചെയ്ത് തിരിച്ചു പോകുന്ന കണ്ടപ്പോൾ ഈ ആളുകൾ അന്വേഷിച്ചു, നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ദാറുൽ നിന്നാണ്, കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ നിന്നാണ്, സമത്തെയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. സമത്തെക്കുറിച്ച് അവർ പഠിക്കാൻ വന്നു. അങ്ങനെ പഠിക്കാൻ വന്ന് ദാറുൽ വന്ന് ഈ 20 ഏക്കർ സ്ഥലത്തിന്റെ ഡോക്യുമെന്റ് സമത്തക്ക് തരാമെന്ന് അവർ പറഞ്ഞു. നിങ്ങൾ അവിടെ വന്ന് ഞങ്ങൾക്കൊരു സ്ഥാപനം ഉണ്ടാക്കി തരണം. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ദയനീയ അവസ്ഥ കണ്ടപ്പോൾ ഏറ്റെടുത്തു. ചെറുശ്ശേരി ഉസ്താദും സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ നേരെ ചെന്ന് പശ്ചിമ ബംഗാളിൽ മനോഹരമായ ഒരു ദീനീ സ്ഥാപനത്തിന് ശരിയിട്ടു. ആ 20 ഏക്കർ സ്ഥലത്ത് വലിയൊരു സ്ഥാപനം ഉയർത്തിക്കൊണ്ടുവന്നതിന്റെ ഉദ്ഘാടനം നടന്ന വാർത്ത പത്രത്തിൽ വന്നപ്പോൾ ആസാമിൽ നിന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് ദിലർ ഖാൻ, ആസാം സ്റ്റേറ്റ് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാണ് അയാൾ നേരെ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കും വേണം ഒരു സ്ഥാപനം. ഞാൻ പറഞ്ഞു വരുന്നത്, അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഒരു ഓഫ് ക്യാമ്പസ് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ വരുമ്പോൾ അതൊരു വലിയ സംഭവമായി നമ്മുടെ പത്രങ്ങളും വാർത്താ മാധ്യമങ്ങളും എടുത്തുയർത്തിയെങ്കിൽ സമുദായത്തിന്റെ മടിശീലിലെ പണം എടുത്തുയർത്തിക്കൊണ്ട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ ദാറുൽ ഹുദയുടെ ആ യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് പശ്ചിമ ബംഗാളിൽ കൊണ്ടുപോയി സ്ഥാപിക്കാൻ മാത്രം സമത്വ വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുമ്പോഴാണ് ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ച നമുക്ക് ബോധ്യപ്പെടുന്നത്. ആന്ധ്രാപ്രദേശിലെ കർണൂരിൽ മനോഹരമായി ഓഫ് ക്യാമ്പസ് നടത്തുന്നു, ബോംബെയിൽ നടത്തുന്നു സമത്വ സ്ഥാപനം. നോർത്ത് ഇന്ത്യയിലെ ഒരുപാട് ഉറുദു കുട്ടികളെ കൊണ്ടുവന്ന് ദാറുൽ ഹുദയിൽ 300 കുട്ടികളോളം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കാശ്മീരിൽ നിന്ന് 10 കുട്ടികളെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച് പിരിവ് നടത്തുന്ന ആളുകൾ പഠിക്കണം. ഞങ്ങൾ ചെയ്യുന്നതൊന്നും ഞങ്ങൾ കൊട്ടിഘോഷിക്കാറില്ല. നിങ്ങൾ 10 കുട്ടികളുടെ യതീഖാന തുടങ്ങി 100 റിസീവർമാരെ വെച്ച് സമൂഹത്തെ പിരിപ്പിക്കുന്നില്ലേ? 10 കുട്ടിയും 100 റിസീവറും അതല്ല ഞങ്ങളുടെ പാരമ്പര്യം. ഞങ്ങളുടെ പാരമ്പര്യം എന്ന് പറയുന്നത് സമൂഹത്തിന് ഉപകരിക്കുന്ന സ്ഥാപനം ഉണ്ടാക്കി കൊടുക്കല. ഞങ്ങൾ ഈ സ്ഥാപനങ്ങളൊക്കെ നടത്തുമ്പോൾ 9300 മദ്രസ, അതുപോലെ തന്നെ 12 ലക്ഷം വിദ്യാർത്ഥികൾ, 1 ലക്ഷം മുഅല്ലിമീങ്ങൾ. നിങ്ങൾ ഈ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളുടെ കണക്കൊന്ന് പറ. സമത്വം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളെ കൊട്ടിഘോഷിക്കാറില്ല. ആമ 100 മുട്ടയിട്ടാൽ ആരും അറിയില്ല, കോഴി 1 മുട്ടയിട്ടാൽ അത് സമൂഹത്തെ മുഴുവൻ അറിയിക്കും. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം അതാ. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ചോദിക്കാനുള്ളത്, നമ്മുടെ പ്രാചീന നേതാക്കളൊക്കെ പഠിച്ചു വളർന്ന സമത്വയും അതിന്റെ ഇസ്ലാമിക വിദ്യാഭ്യാസമോടും അതിന്റെ സംവിധാനങ്ങളിലൂടെ ഉള്ളപ്പോ 1989 നിങ്ങൾ എന്തിനാണ് പുതിയൊരു സംഘടന ഉണ്ടാക്കിപ്പോയത്? അച്ചടക്കലംഘനം നടത്തി 6 പേരെ പുറത്താക്കിയപ്പോൾ 6 പേര് ചെയ്യേണ്ടിയിരുന്നത് ഗുരുനാഥന്മാരോട് മാപ്പ് പറയാനല്ലേ? പക്ഷെ നിങ്ങൾ ചെയ്ത പ്രവർത്തനം എന്താ? നിങ്ങൾ ചെയ്ത പ്രവർത്തനം ഗുരുനാഥന്മാരോട് മാപ്പ് പറയുന്നതിന് പകരം നിങ്ങൾ 6 പേർ കൂടി 34 ആളെ ഇങ്ങോട്ട് പുറത്താക്കി പുതിയൊരു സംഘടന ഉണ്ടാക്കി. 6 പേര് 34 ആളെ പുറത്താക്കി. എന്നിട്ട് നിങ്ങൾ ഒരു പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും കണ്ടെത്തി ഒരു സമത്ത എന്ന പേര് പറഞ്ഞു. നിങ്ങൾ ഉണ്ടാക്കിയ സമത്തയുടെ പ്രസിഡന്റ് ആരാവട്ടെ, നമുക്ക് സയ്യിദ് എന്ന രീതിയിൽ ബഹുമാനമുണ്ട്. ഞങ്ങൾ ആ ബഹുമാനം കുറച്ച് കാണിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, പ്രസിഡന്റ് എന്ന രീതിയിൽ അദ്ദേഹം ഇരുന്ന കസേര ആരുടെ കസേരയാ? 1926 മുതൽ കണ്ണിയത്ത് ഉസ്താദ് മുഷാവറ മെമ്പറ. 926 മുതൽ 989 വർഷം എത്രയുണ്ട്? 63-ാം കൊല്ലമാണ്. നോക്കണം നിങ്ങൾ, 63 കൊല്ലം പ്രസിഡന്റ് ആയിരുന്ന ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ജീവിച്ചിരിക്കെ ആ പോസ്റ്റിലേക്ക് ഒരാൾ വരുന്നു. 22 കൊല്ലം പ്രസിഡന്റായ കണ്ണിയത്ത് 63-ാമത്തെ കൊല്ലം മെമ്പറാണ്. ആ സ്ഥാനത്തേക്ക് കണ്ണിയത്ത് മുഷാവറയിൽ വന്ന് 30 കൊല്ലം കഴിഞ്ഞിട്ട് മുഷാവറയിൽ വന്ന ഒരാൾ മെമ്പറായി വരിക, എന്നിട്ട് അയാളെ പ്രസിഡന്റ് ആക്കുക. ഈ സംഘടനാ സംവിധാനത്തിൽ ആർക്ക് ദഹിക്കാൻ കഴിയുന്ന പ്രവർത്തനമാണിത് പറ? 30 കൊല്ലമായി കണ്ണിയത്ത് ഉസ്താദ് മുഷാവറിൽ വന്നതിന്റെ ശേഷം 30 കൊല്ലം കഴിഞ്ഞിട്ട് അയാൾ വരുന്നത്. അയാളാണെങ്കിലോ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ 4 കൊല്ലത്തെ ശിഷ്യൻ. എന്നിട്ട് കർണാടകയിൽ തൊട്ടപ്പുറത്ത് ഒപ്പിനങ്ങാടിക്കപ്പുറത്ത് വന്ന ഒരാൾ പ്രസംഗിച്ചു അത്രേ. കണ്ണിയത്ത് പ്രസിഡന്റ്, തങ്ങൾ വൈസ് പ്രസിഡന്റ്. കണ്ണിയത്ത് മരിച്ചപ്പോ വൈസ് പ്രസിഡന്റ് ആയി. അതിലെന്താ അത്ഭുതം? പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് സമൂഹത്തോട് ശംസുൽ ഉലമ മരിച്ചപ്പോ ജോയിന്റ് സെക്രട്ടറി ആയെന്ന് പറയുന്നു. ശംസുൽ ഉലമ മരിക്കുന്ന 1996-ലാണ്. 96-ൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ മരിക്കുമ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ 96-ലാണ് മരിച്ചതെങ്കിൽ ഇവർ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നത് 89-ലാ. 7 കൊല്ലം ശംസുൽ ഉലമ ജീവിച്ചിരിക്കെ നിങ്ങൾ എന്തിനാ 7 കൊല്ലം പുതിയ സംഘടന ഉണ്ടാക്കിയത്? അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകർ മനസ്സിലാക്കണം, നമ്മുടെ നയിച്ച മഹത്വങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടില്ല. തെറ്റ് മുഴുവൻ ഇവർക്കാ പറ്റിയത്. മഹാന്മാരെ ധിക്കരിച്ചു, ഉസ്താദുമാരെ ധിക്കരിച്ചു.
ഒരു മനുഷ്യന്റെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിക്കുന്നതാരാ? അവന്റെ ഗുരുവര്യനാണ്. ആ ഗുരുവര്യനെ തള്ളി പറഞ്ഞുകൊണ്ട് ഇവരെങ്ങോട്ടാ പോകുന്നത്? ഗുരുനാഥനെ തള്ളി പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ഇവർ ചെയ്യുന്ന പ്രവർത്തനം നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദിനെതിരെ കേസ് കൊടുത്തു. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന് അത്വംബിത്വമാണെന്ന് പറഞ്ഞു. മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ ഉപ്പുചാക്ക് പോലെ കൊണ്ടു നടക്കുന്നു എന്ന് പറഞ്ഞു. എല്ലാം പറഞ്ഞു നടന്ന ആളുകൾ ഇപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ 20 കൊല്ലം കഴിഞ്ഞപ്പോ കണ്ണിയത്തിന്റെ ഉറൂസ് നടത്തുന്നു. കള്ളത്തരം. അതല്ലേ കള്ളന്മാരുടെ ലക്ഷണം? കണ്ണിയത്ത് ഉസ്താദ് പരസ്യമായി ദുആ ചെയ്തു. സമത്വക്കെതിരെ കേസ് കൊടുത്തവർ അല്ലാഹു മുഖം കെടുത്തട്ടെ. എന്റെ ശബ്ദം കേൾക്കുന്ന നല്ല മനുഷ്യന്മാരുണ്ടല്ലോ ഈ സാഹസനം. നിങ്ങളൊരു കാര്യം ചെയ്യാ, നാട്ടിൽ ചെന്നിട്ട് വാഴക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് ആക്കോട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ചെല്ല, എന്നിട്ട് രഹസ്യമായി അന്വേഷിക്കുക. സമത്വക്കെതിരെ കേസ് കൊടുത്ത ആള് ജീവിച്ചിരുന്ന അവിടെയാ. അയാൾ എങ്ങനെയാണ് മരിച്ചത് എന്ന വിവരം ഒന്ന് അന്വേഷിക്കുക. അയാൾ മരിച്ചു കിടന്നിരുന്ന രംഗം എങ്ങനെയാണ്? കണ്ണിയത്തിന്റെ പ്രാർത്ഥന സമത്വക്കെതിരെ കേസ് കൊടുത്തവരെ അല്ലാഹു മുഖം കെടുത്തട്ടെ. പടച്ച റബ്ബ് സാക്ഷി. ആ നാട്ടിൽ പോയി അന്വേഷിക്കുക. ആ മനുഷ്യന്റെ മരണത്തിന്റെ രംഗം എങ്ങനെയായിരുന്നു? അത് അന്വേഷിച്ചിട്ട് പഠിച്ചിട്ട് സമത്വക്കെതിരെ സമാധാനം ഉണ്ടാക്കുക. മരിച്ച മനുഷ്യന്റെ ഉദുക്കുറവും മഹാസനും മൗത്താക്കും മരിച്ച ആളുകളെ നന്മയെ പറയാൻ പാടുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എല്ലാവരും എന്റെ ശബ്ദം കേൾക്കുന്നവർ ശരിക്കും മനസ്സിലായിക്കോ. ആ പടച്ച റബ്ബ് അത്തരം ഒരു ആക്കിപത്തിനെ തൊട്ട് നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആ വ്യക്തിക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. ഒരു മുദരിസായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു. പക്ഷെ സമത്വക്കെതിരെ കേസ് കൊടുത്തുപോയി. അയാളെ പേരിലാ കേസ് വന്നത്. ആ മനുഷ്യൻ മടിച്ച് കിടന്നിരുന്ന രംഗം എങ്ങനെയാണ് എന്ന് വാഴക്കാട്ടെ മുഴുവൻ ആളുകൾക്കും ആ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും അറിയാം. കണ്ണിയത്ത് ഉസ്താദിന്റെ വെളിപ്പാടകലെ ജീവിച്ച മനുഷ്യനാണ് അദ്ദേഹം. ആ കണ്ണിയത്തിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്ത് പോയിട്ട് പഠിച്ചിട്ട് വാ, എന്നിട്ട് മതി സമത്വക്കെതിരെ സമാന്തരമുണ്ടാക്കി പ്രവർത്തിക്കുന്ന സംഘത്തിൽ ചേരാൻ. എന്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും മുഅല്ലിമീങ്ങളോ മുതഅല്ലിമീങ്ങളോ ആ വിഭാഗത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ശരിക്കും മനസ്സിലാക്കിക്കോ. ആ കണ്ണിയത്ത് ഉസ്താദിന്റെ കറാമത്താണത്, കണ്ണിയത്തിന്റെ പ്രാർത്ഥന. മഹാനായ ശൈഖുനാ ശംസുലമയെ കുറിച്ചൊന്ന് പഠിച്ചു നോക്ക് നിങ്ങൾ. ഈ രണ്ട് മഹത്തുക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് സമത്വയെ നയിച്ചപ്പോ പവിത്രമായ രീതിയിലല്ലേ അവർ കൊണ്ടുപോയത്. ആരാ കണ്ണിയത്ത് ഉസ്താദ്? ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത റഈസുൽ മുഹഖഖീൻ കയ്യ് പൊന്തിച്ചാൽ ആ മഹാനുഭാവന്റെ പ്രാർത്ഥനയ്ക്ക് പടച്ച റബ്ബ് ഉത്തരം കൊടുക്കും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? വാഴക്കാടിന്റെ അടുത്ത് പുളിക്കൽ പ്രദേശത്തിനടുത്തൊരു സ്വദേശമുണ്ട്. പുളിക്കൽ പഞ്ചായത്തിലാണ് ആ പ്രദേശം. ആ പ്രദേശം ഭരതക്കാടിന്റെ ഉൾഭാഗത്ത്. ഇന്നും ആ പ്രദേശത്തെ ആളുകളോട് അതിൽ പങ്കെടുത്ത ആളുകളുണ്ട്. ആ പ്രദേശത്ത് മഴ കിട്ടാതെ ജനങ്ങൾ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് കണ്ണിയത്ത് ഉസ്താദിനെ കൊണ്ടുവന്ന് ദുആക്ക്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അവിടെ വെച്ചുകൊണ്ട് മഴക്ക് ദുആ ചെയ്തു. മഴക്ക് കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്തപ്പോൾ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചതിന്റെ രംഗം അറിയുമോ നിങ്ങൾക്ക്? മഹാനവറുകൾ ദുആ ചെയ്ത ശേഷം ആളുകളൊക്കെ ദുആ കഴിഞ്ഞ് പിരിഞ്ഞു പോവുകയാണ്. ആളുകൾ പിരിഞ്ഞു പോകുമ്പോൾ കണ്ണിയത്ത് ഉസ്താദ് വേദിയിലുണ്ട്. മൈക്ക് ഓഫ് ആക്കിയിട്ടില്ല. കണ്ണിയത്ത് സ്വതസിദ്ധമായ ശൈലിയിൽ സ്വയം പറഞ്ഞു, പഠിച്ചവനെ, ഞാൻ നിന്നെ കണ്ട് ദുആ ചെയ്തതാ. നീ മഴ തരാതെ അഹമ്മദ് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയില്ല. നീ മഴ തരാതെ അഹമ്മദ് ഇവിടെ നിന്ന് എഴുന്നേൽക്കുകയില്ല. കണ്ണിയത്തിന്റെ വാക്ക്. ആ സദസ്സിലിരിക്കുന്ന മുഴുവൻ ആളുകളും അത് കേട്ടു. എല്ലാവരും അത് കേട്ടതോടുകൂടി ആളുകളൊക്കെ പോയവർ തിരിച്ചു വന്ന് അതേപോലെ സീറ്റിലിരുന്നു. എല്ലാവരും വന്ന് സീറ്റിലിരുന്നപ്പോൾ ആ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ വാക്കിൽ സംഘാടകർ പോലും അത്ഭുതപ്പെട്ടു. ഇനി എന്ത് പറയും? ഒരു മൈക്ക് എടുത്തു വെച്ചു. കണ്ണിയത്ത് ഉസ്താദ് അവിടെ തന്നെ ഇരുന്നു എന്തോ ചൊല്ലിക്കൊണ്ടിരുന്നു. ഒരു 5 മിനിറ്റ് ഒരു മനുഷ്യനും ഉണ്ടാത്ത മൂകാവസ്ഥ. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാ കാർമേഘം ഉരുണ്ടു കൂടുന്നു. മുഴുവൻ ആളുകൾക്കും മഴ. ആളുകൾ മുഴുവൻ കണ്ണിയത്ത് ഉസ്താദ് അടക്കം നനഞ്ഞുകൊണ്ടാ പോയത്. എന്താ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞ വാക്ക്? നീ മഴ തരാതെ ഞാൻ ഇവിടെ എഴുന്നേൽക്കൂല. അന്വേഷിച്ചപ്പോൾ ബോധ്യപ്പെട്ടതിന്റെ പരിസരത്ത് എവിടെയും മഴയില്ല. കൊടുംവേനൽ, അവിടെ മാത്രം മഴ. എന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തെ നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ തിരുദൂതർ ഷഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന മിൻ ഇബാദില്ലാഹി മൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. അല്ലാഹുവിന്റെ അടിമകളിൽ ചില മനുഷ്യരുണ്ട്, അവർ പടച്ചവരെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അവർ വല്ല വാക്കും പറഞ്ഞാൽ ലഅബറഹു, റബ്ബ് തആല അത് നടത്തി കൊടുക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞ വാക്കാണ്. കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്തു. പടച്ചവൻ കണ്ണിയത്ത് പറഞ്ഞ വാക്ക് പാലിപ്പിച്ചു കൊടുത്തു. റബ്ബ് ഇഷ്ടപ്പെട്ട മഹാനാണ് കണ്ണിയത്ത്. ആ കണ്ണിയത്തിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ട് വേറെ സംഘടിച്ചാൽ അത് ശരിയാകുമോ? ആ കണ്ണിയത്തിനെ തള്ളിക്കൊണ്ട് വേറെ സംഘടന ഉണ്ടാക്കാൻ എന്ത് തെറ്റാ കണ്ണിയത്ത് ചെയ്തത്? എന്റെ ശബ്ദം കേൾക്കുന്ന മറുഭാഗത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ ശബ്ദം എപ്പോഴെങ്കിലും കേൾക്കുന്നുവെങ്കിൽ ഒന്ന് പഠിക്കണം. എന്തായിരുന്നു കണ്ണിയത്ത് ഉസ്താദ് ചെയ്ത തെറ്റ്? എന്തുകൊണ്ട് കണ്ണിയത്ത് ജീവിച്ചിരിക്കെ നിങ്ങൾ അദ്ദേഹത്തെ തള്ളി പുതിയ പ്രസിഡന്റിനെ കൊണ്ടുവന്നു? കണ്ണിയത്ത് തെറ്റ് ചെയ്തതാണെങ്കിൽ എന്താണ് തെറ്റ്? ആ തെറ്റ് കണ്ണിയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ പിരിഞ്ഞു പോയത്? എന്തിനാ നിങ്ങൾ ഇപ്പോൾ കണ്ണിയത്ത് ഉസ്താദിന്റെ ഉറൂസിന് വന്നത്?
എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഓർക്കണം, നമ്മുടെ മഹത്തുക്കളായ പണ്ഡിതന്മാരെ കുറിച്ച് പഠിക്കണം. നിങ്ങൾ സമ്പത്ത് കൊണ്ട് സമൂഹത്തെ സ്വാധീനിക്കാൻ നോക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കും, ഒരുപാട് പ്രസംഗങ്ങൾ ഇവിടെ നടന്നിരിക്കും. അതുകൊണ്ട് ഞാൻ ചുരുക്കിയാണ് പറയുന്നത്. നമ്മുടെ ഈ സംഘടന ഉഖ്റവിയായ അലിമീങ്ങളുടെ സംഘടനയാണ്, കേവലം പണമുണ്ടാക്കാൻ വേണ്ടിയുള്ള സംഘടനയല്ല. നമ്മുടെ മഹാനായ പ്രസിഡന്റ് മരിച്ചുപോയ കാളമ്പാടി ഉസ്താദ് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. ആ മഹാനുഭാവൻ അടുത്ത കാലത്ത് ജീവിച്ച മഹാൻ. അദ്ദേഹവും കണ്ണിയത്തും സമത്തയുടെ പൂർവ്വകാല നേതാക്കളും ഒക്കെ എങ്ങനെയാ സമത്തെ വളർത്തിയത്? കണ്ണിയത്ത് ഉസ്താദ് തന്റെ വീട്ടിൽ നിന്ന് സുബഹിക്ക് മുമ്പ് പുറപ്പെടും, ചൂട്ടുകെട്ടി കയ്യിൽ പിടിക്കും. മുഷാവറ ദിനത്തിൽ കോഴിക്കോട്ട് മുഷാവറ വിളിച്ചാൽ കണ്ണിയത്ത് സുബഹിക്ക് മുമ്പ് ചൂട്ടുകെട്ടി പുറപ്പെടും. കയ്യിൽ പണമില്ല, നടക്കണം. നടന്നിട്ട് ഫറോക്ക് ചുങ്കത്ത് വരും. അവിടെ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവർ നിസ്കരിക്കും സുബഹി, പിന്നെ ചായ കുടിക്കും. എന്നിട്ട് മഹാൻ അവர்கள் അതാ പോകുന്ന മുഷാവറ യോഗത്തിന്. ആ മുഷാവറ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് പിന്നെ തിരിച്ചു വരും. ബഹുമാനപ്പെട്ടവരുടെ ത്യാഗോജ്വല പ്രവർത്തനം നോക്ക്. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പാങ്ങിൽ നിന്ന് പുറപ്പെടും സുബഹിക്ക് മുമ്പ്. കാൽനടയായി നടന്ന് വെടിമുക്കിലെത്തും. വെടിമുക്കിൽ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ചായ കുടിച്ച് അവിടെ നിന്ന് നിസ്കരിച്ച് നേരെ മുഷാവറക്ക് വരും. ഈ രീതിയാണ് അവരൊക്കെ അവലംബിച്ചത്. മഹാനായ കാളമ്പാടി ഉസ്താദ് ബസ്സുള്ള കാലത്ത് ബസ് കയറി വരും, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ വരും. ആ മഹാനുഭാവന് സമത്തയുടെ പ്രസിഡന്റായപ്പോൾ അദ്ദേഹത്തിന്റെ വീട് വന്ന് കണ്ട അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ, ഗൾഫിൽ നിന്ന് വന്നവർ പ്രസിഡന്റായപ്പോൾ ഉസ്താദിനൊന്ന് കാണാൻ പോയി. മഹാനായ ഗുരുനാഥനെ ചെന്ന് കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ശിഷ്യന്മാർ പറഞ്ഞു, പണക്കാരനവർ, ഉസ്താദേ, ഞങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു വീടുണ്ടാക്കി തരാം, നിങ്ങളെ വീട് ഞങ്ങൾ നന്നാക്കി തരാം. മഹാനായ സമത്തയുടെ പ്രസിഡന്റിന്റെ വീട് നന്നാക്കി തരാൻ വേണ്ടി പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങൾ വന്നുകൊണ്ട് പണമുള്ള പൈസമാര് പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു, വേണ്ട മക്കളെ, എനിക്കെന്റെ പഴയകാല ജീവിതം തന്നെ മതി. നമ്മുടെ പൂർവികന്മാരൊക്കെ ഇങ്ങനെയാ നടന്നത്. ആ മഹാന്റെ മർത്തിയത്ത് കവിതയിൽ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് എഴുതിയപ്പോൾ കരൾ നനഞ്ഞു പോയി, കണ്ണ് നനഞ്ഞു പോയി. ഓർക്കണം നിങ്ങൾ, ഒരു പ്രിയപ്പെട്ട സഹോദരൻ എഴുതി, ആ മനുഷ്യന്റെ വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി അവരെല്ലാവരും കൂടി വന്നു. അദ്ദേഹത്തിന്റെ കൂട്ടുകാര് വന്നു, ശിഷ്യന്മാര് വന്നു. മഹാനവറുകൾക്ക് നല്ല മനോഹരമായ ഒരു ടെറസിന്റെ വീട് നിർമ്മിച്ചു കൊടുക്കാൻ സന്തോഷപൂർവ്വം അദ്ദേഹം നിഷേധിച്ചു. എന്റെ പൂർവികന്മാരുടെ പാത മാത്രം എനിക്ക് മതിയെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് തള്ളി. ആ മഹാനുഭാവൻ സമത്വയുടെ പ്രസിഡന്റ് ആയപ്പോഴോ വിദ്യാഭ്യാസ ബോർഡ് എക്സിക്യൂട്ടീവ് യോഗം ചേർന്നുകൊണ്ട് തീരുമാനിച്ചൊരു കാറ് വാങ്ങിക്കൊടുക്കാൻ. അങ്ങനെ കാറ് കൊടുക്കാൻ സമത്വ തീരുമാനിച്ചപ്പോൾ ആ വിവരം അദ്ദേഹം അറിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളത് തരരുത്. എന്റെ പൂർവികന്മാർ നടന്ന പോലെ നടക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതും ആ കവിതയിൽ പറഞ്ഞപ്പോൾ നിങ്ങൾ ഓർക്കണം, ഒരു മനുഷ്യന്റെ ജീവിത വിശുദ്ധി എന്താ മഹാനുഭാവനോട് അവര് പറഞ്ഞത്. ആലിമീങ്ങളുടെ സ്വഭാവം അതാണ്, ഓർക്കണം. ആ മഹാന് നടക്കുന്നതിന് വേണ്ടി ഒരു വാഹനം കൊടുത്തു, അവർ വാഗ്ദാനം ചെയ്തു. അദ്ദേഹത്തിന്റെ യാത്രക്ക് അതിന്റെ താക്കോല് പോലും അദ്ദേഹം സ്വീകരിച്ചില്ല. ആ മഹാനുഭാവൻ അതിന്റെ താക്കോല് പോലും സ്വീകരിച്ചില്ല. മിന്നൗദാദി, അദ്ദേഹത്തോട് ബുദ്ധുള്ള സ്നേഹജനങ്ങളോട്. എന്നിട്ട് കവി പറഞ്ഞൊരു വാക്കുണ്ട്, മന്ദല്ലദീ റഫദത്തറഫുഹാ കദാ ഫിൽ ഹാലി മിൻഹാ ഇബ്റത്തുൽ ലിഇബാദി. മന്ദല്ലദീ റഫദത്തറഫുഹാ കദാ, ഈ തരത്തിലുള്ള അന്തസ്സൊക്കെ ഉപേക്ഷിക്കുന്നവരാരാണ്? ഫിൽഹാലി, ഈ കാലഘട്ടത്തിൽ ഭൗതികമായി സൗകര്യം ചെയ്തു തരാമെന്ന് പറയുമ്പോൾ ഉപേക്ഷിക്കുന്നവരാരാണ്? ഫിഹാ ഇബ്റത്തുൽ ഇബാദ്, അതിൽ ചിന്തകന്മാർക്ക് പാഠമുണ്ട്, ബുദ്ധിജീവികൾക്ക് പാഠമുണ്ട്. നടക്കുന്ന കാറിന്റെ വലുപ്പം പറഞ്ഞ് സുന്നത്തമായത്ത് വളർത്തുന്ന ആൾക്കാർ പഠിക്കണം. സഞ്ചരിച്ച രാജ്യത്തിന്റെ എണ്ണം പറഞ്ഞ് സുന്നത്തമായത്ത് വളർത്തുന്നവർ പഠിക്കണം. ഇനി ഞങ്ങൾ ഹെലികോപ്റ്ററാണ് വാങ്ങിക്കൊടുക്കാന്ന് പറയുന്നവർ പഠിക്കണം. അള്ളാഹുവിന്റെ പരിശുദ്ധതയിൽ പ്രബോധനം ചെയ്ത പൂർവികരൊക്കെ ചെയ്തത് ത്യാഗോജ്വല ജീവിതമാണ്. അവരൊക്കെ നടന്ന വഴികൾ ത്യാഗത്തിന്റെ വഴികളാ. നിങ്ങൾക്കറിയുമോ സൂഫിസം എന്താണെന്ന്? സമത്ത പഠിപ്പിച്ചത് സൂഫിസമാണ്. ആ സൂഫിസത്തിന്റെ അപ്പുറത്തേക്ക് ഭൗതികത കൊണ്ടുവന്നാൽ ഒരിക്കലും സമൂഹം അത് അംഗീകരിക്കില്ല. പണത്തിന്റെ കൊഴുപ്പല്ല കൂടനെ സമത്തയുടെ വലുപ്പം. പണമല്ല സമത്തെ വളർത്തിയത് ആത്മീയതയാണ്. ആത്മീയത എന്ന് പറഞ്ഞാൽ പടച്ചറപ്പിൽ ലയിച്ചിരിക്കുന്ന മനുഷ്യന്റെ മനസ്സിൽ നിന്ന് നിർഗളിക്കുന്നതാ. നിങ്ങൾ ഓർക്കോ, സാലിം ബിൻ അബ്ദുല്ല എന്ന് പറയുന്നൊരു മഹാന്റെ ചരിത്രമില്ല, സൂഫി. മഹാനായ സാലിം റളിയല്ലാഹു തആല കേൾക്കണം നിങ്ങൾ, അവരാണ് സൂഫിയാക്കൾ. ആ മഹാനുഭാവൻ അബ്ദുൽ മലിക്കിന്റെ കാലത്ത് ജീവിച്ചിരുന്ന മഹാപണ്ഡിതനാണ്, അലിമാണ്, സൂഫിയാണ്. ആ മഹാനുഭാവൻ ഒരിക്കൽ രാജാവിന് വേണ്ടി കഴബ തുറന്നപ്പോ കഴബക്ക് ഉള്ളിൽ കയറാൻ ഭാഗ്യം കിട്ടി. രാജാവിന് വേണ്ടി കഴബ തുറന്നപ്പോ ഈ സൂഫിയും കയറി അദ്ദേഹത്തെ തടുക്കൂല. കാരണം എന്താ? ആ മഹാൻ അത്ര നല്ല സൂഫിയാണെന്ന് മുഴുവൻ ആളുകൾക്കും അറിയാം.
അങ്ങനെ അവിടെ കയറി അദ്ദേഹം നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞു. നിസ്കരിച്ചുകൊണ്ട് അദ്ദേഹം തിരിഞ്ഞിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട രാജാവ് ചോദിച്ചു, രാജാവിന് അദ്ദേഹത്തോട് അടുക്കണമെന്നുണ്ട്, വലിയ സൂഫിയല്ല, ദുആ വേണം. രാജൻ പറഞ്ഞു, നിങ്ങൾ എന്താണ് ഭൂമുഖത്ത് ആഗ്രഹിക്കുന്നത് എന്ന് എന്നോടൊന്ന് പറയണം. നിങ്ങളെ ആവശ്യമെന്തെന്ന് പറയുവിൻ. ആ മഹാനുഭാവൻ പറഞ്ഞത് എന്താണ്? ഒരു സൂഫിയോട്, ആലിമിനോട് ബഹുമാനപ്പെട്ട രാജ്യം ഭരിക്കുന്ന രാജാവ് ചോദിക്കുന്നു, ദുന്യാവിന് എന്ത് വേണം? എന്ത് ചോദിച്ചാലും കിട്ടും. മഹാനവറുകൾ പറഞ്ഞ മറുപടി എന്താണ്? ഒറ്റ മറുപടി, ഞാൻ എന്റെ പടച്ചറപ്പിനെ തൊട്ട് ലജ്ജിക്കുന്നു. ഇന്നി അസ്തഹീ മിനല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ തൊട്ട് ലജ്ജിക്കുന്നു. അൻ അസ്അല ഫീ ബൈതിഹി ഗൈറഹു, അല്ലാഹുവിന്റെ വീട്ടിൽ വെച്ച് വേറൊരാളോട് ചോദിക്കാൻ എനിക്ക് മടിയാണ്. പടച്ചവന്റെ വീട്ടിൽ വെച്ച് മറ്റൊരാളോട് ഞാൻ ചോദിക്കില്ല കേട്ടോ. ആ വാചകം പറഞ്ഞപ്പോൾ രാജാവ് നിരാശനായി പള്ളിക്ക് പുറത്തിറങ്ങി. പള്ളിയുടെ പുറത്ത് നിന്നുകൊണ്ട് മസ്ജിദുൽ ഹറാമിന്റെ പുറത്തേക്ക് അദ്ദേഹം വന്നപ്പോൾ ചോദിച്ചു, പള്ളിക്ക് പുറത്തല്ലേ, ഇനിയെങ്കിലും ചോദിക്കൂ, ദുന്യാവിന് എന്ത് വേണം? ആ മഹാനായ സൂഫി കിട്ടുമെന്ന് കണ്ടപ്പോൾ ചോദിച്ചില്ല. മറുപടി എന്താണ്? ഇന്നി ലാ അസ്അലു ദുന്യാ മൻ യംലികുഹാ, ഞാൻ ദുന്യാവ് അതിന്റെ ഉടമസ്ഥനോട് പോലും ചോദിക്കാറില്ല. വ കൈഫ അസ്അലു മൻ ലാ യംലികുഹാ, ദുന്യാവിന്റെ ഉടമസ്ഥനല്ലാത്ത നിങ്ങളോട് പിന്നെ ഞാൻ എങ്ങനെ ചോദിക്കും? എനിക്ക് വേണ്ടത് ആഖിറമാണ്. ഇന്നി ഉരീദുൽ ആഖിറ, എനിക്ക് വേണ്ടത് ആഖിറമാണെന്ന് നിങ്ങൾക്ക് തരാൻ പറ്റുമോ? രാജാവിന് ആഖിറ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് അവർ പിരിഞ്ഞു. ദുന്യാവിൽ വെച്ച് എന്തും കിട്ടും.